അപ്പം നമ്മൾ ടൂറ് കഴിഞ്ഞ് കോളേജിലെത്തി ഹെർബേറിയത്തിന്റെ പരിപാടിയായിട്ട് പോവുമായിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അടുത്ത പരിപാടിയായിട്ടുള്ള പ്രോജക്റ്റിന്റെ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ബോട്ടണി സ്റ്റുഡന്റ് ഞങ്ങൾക്ക് എന്ത് പരിപാടി ചെയ്യണമെങ്കിലും മെറ്റീരിയൽ വേണം. അങ്ങനെ നമ്മൾ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ വേണ്ടി ഫീൽഡിലോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഗ്രൗണ്ടിലോട്ടാണ് കേട്ടോ നേരെ പോകുന്നത്. ഞങ്ങൾ 2 ബാച്ച് ഉണ്ടായിരുന്നു. ഓരോ ബാച്ചിലും 5 പേര് വെച്ചിട്ട് 10 പേരും കൂടി ചേർന്നിട്ടാണ് ഈ ഗ്രൗണ്ടിലോട്ട് പോകുന്നത്. ഗ്രൗണ്ടിലാണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് അത്യാവശ്യം കുറേ മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഗ്രൗണ്ടിൽ നിന്ന് നേരെ NCC റൂമിന്റെ അതുവഴി ഞങ്ങൾ അങ്ങ് മേളിലോട്ട് കയറുവാണ്. ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ടെറിഡോഫൈറ്റ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഒത്തിരി അധികം ടെറിഡോഫൈറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ 3 വർഷം പരേണ്ട് ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഉരുണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ കാണുന്ന ചെടിയെല്ലാം ടെറിഡോഫൈറ്റ്സ് ആണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്ത് നേരെ ലാബിലോട്ട് പോന്നു. ഇനി സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കണം, അതാണ് പരിപാടി. അങ്ങനെ ഓരോ മെറ്റീരിയലും സെക്ഷൻ എടുത്ത് സ്റ്റെയിൻ ഒക്കെ ചെയ്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി. അങ്ങനെ എടുത്ത സെക്ഷന്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.